ഡോക്ടർ റുവൈസ് തന്റെ മുഖത്ത് നോക്കി സ്ത്രീധനം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥി ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യക്കുറിപ്പിലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് പോലീസ്. ഡോക്ടർ റുവൈസ് തന്റെ മുഖത്ത് നോക്കി കൂടുതൽ പണം സ്ത്രീധനമായി ആവശ്യപ്പെട്ടെന്നാണ് ഡോക്ടർ ഷഹന തന്റെ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ചതിയുടെ മുഖം മൂടി തനിക്ക് അഴിച്ചുമാറ്റാൻ കഴിഞ്ഞില്ലെന്നും പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയാണ്. 3 പേജുള്ള ആത്മഹത്യക്കുറിപ്പ് എഴുതിവെച്ചതിന് പിന്നാലെയാണ് ഷഹന ജീവനൊടുക്കിയിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പോലീസ് ഹൈക്കോടതിയിൽ റുവൈസിന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പോലീസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താൻ പെട്ടുപോയെന്നും അവൻ അണിഞ്ഞിരുന്ന ചതിയുടെ മുഖം മൂടി തനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും ഈ ലോകം എന്താ ഇങ്ങനെയെന്നും അവന് പണമാണ് വേണ്ടത്, അത് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു, ഇനി ഞാൻ എന്തിന് ജീവിക്കണം, ജീവിക്കാൻ തോന്നുന്നില്ല, ഈ ചതിക്ക് പകരമായി ഞാൻ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കേണ്ടതാണ്, ഭാവിയിലേക്ക് നോക്കുമ്പോൾ വല്ലാത്ത ശൂന്യതയാണ്, ഇനിയും ഒരാളെ സ്നേഹിക്കാനോ വിശ്വസിക്കാനോ കഴിയുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് മരിക്കുകയല്ലാതെ വേറൊരു മാർഗമില്ല. ഇതാണ് ആത്മഹത്യക്കുറിപ്പിലെ പ്രധാന ഭാഗങ്ങളെന്ന് കാട്ടി പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉള്ളത്. റുവൈസിനെ ചോദ്യം ചെയ്തപ്പോൾ ഇക്കാര്യം സമ്മതിച്ചതാണെന്നും പോലീസ് പറയുന്നുണ്ട്. ഷഹനെ അവസാനമായി കണ്ടത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വെച്ചാണെന്നും അവിടെ വെച്ച് സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നതായും റുവൈസ് പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു. ഇതിനെ ചൊല്ലി പരസ്പരം ഇരുവരും പിണങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ ഇവർ കണ്ടിരുന്നില്ല എന്നുമായിരുന്നു റുവൈസ് പോലീസിനോട് പറഞ്ഞത്. ആത്മഹത്യക്കുറിപ്പിൽ റുവൈസിനെതിരെ ഗുരുതരമായ നിരവധി പരാമർശങ്ങളുണ്ടെന്നും പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുകയാണ്. ചതിയുടെ മുഖം മൂടി എനിക്ക് അഴിച്ചുമാറ്റാൻ കഴിഞ്ഞില്ല എന്നും അവന് പണമാണ് വേണ്ടതെന്നും ഒക്കെ വ്യക്തമായിട്ട് തന്നെ ഷഹന ഇതിൽ എഴുതിയിട്ടുണ്ട്. താൻ ഇനിയും എന്തിന് ജീവിക്കണം, ജീവിക്കാൻ തോന്നില്ല എന്നും ഈ ചതിക്ക് പകരമായി നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കേണ്ടതാണ് എന്നൊക്കെ തന്നെ ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ തന്റെ ഫ്യൂച്ചർ ബ്ലാങ്ക് ആണ്, ഇനി ഒരാളെ വിശ്വസിക്കാനൊന്നും കഴിയില്ല, സഹോദരി ഉമ്മയെ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഷഹനയുടെ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിട്ടുള്ളതും. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് ക്യാമ്പസിൽ വെച്ചായിരുന്നു റുവൈസ് ഷഹനയോട് പണം ആവശ്യപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതി ഇക്കാര്യം സമ്മതിച്ചുവെന്നും റുവൈസിന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയാണ്. എന്നാൽ ഷഹന തന്റെ സുഹൃത്ത് മാത്രമായിരുന്നു എന്നാണ് റുവൈസ് പറഞ്ഞത്. ഈ മൊഴിയും പോലീസ് തള്ളിയിരിക്കുകയാണ്. ഇരുവരും അടുത്ത ബന്ധത്തിലായിരുന്നുവെന്നും ഇവർ ഒരുമിച്ച് യാത്ര നടത്തിയ ചിത്രങ്ങൾ സഹിതം പോലീസ് കോടതിയിൽ നൽകിയിരുന്നു. റുവൈസ് നൽകിയ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാൻ ഒരുങ്ങവെയാണ് ഇത്തരം വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനിടെ ഇക്കഴിഞ്ഞ നാളിൽ ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയിൽ തനിക്ക് പങ്കൊന്നുമില്ലെന്ന പറഞ്ഞായിരുന്നു റുവൈസ് തന്റെ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചത്. റുവൈസ് സ്ത്രീധന നിരോധന നിയമം അനുസരിച്ച് തനിക്കെതിരെ ചുമത്തിയ കുറ്റം നിലനിൽക്കില്ല എന്നൊക്കെയാണ് റുവൈസ് ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ വാദിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ തിരുവനന്തപുരം അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റുവൈസ് സമർപ്പിച്ച ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ഡോക്ടർ ഷഹനയോട് താൻ സ്ത്രീധനം ഒന്നും തന്നെ ആവശ്യപ്പെട്ടില്ല എന്നാണ് ജാമ്യാപേക്ഷയിൽ റുവൈസ് പറയുന്നത്. PG കോഴ്സ് പൂർത്തിയാക്കിയതിന് പിന്നാലെ വിവാഹം നടത്താമെന്ന് താൻ പറഞ്ഞു. എന്നാൽ ഷഹനയ്ക്ക് അത് സമ്മതമല്ലായിരുന്നു. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ പോലീസിനെ വിമർശിച്ചതിന്റെ പ്രതികാര നടപടിയായിട്ടാണ് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നുമൊക്കെയാണ് ജാമ്യാപേക്ഷയിൽ റുവൈസ് വാദിക്കുന്നത്. എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്തതിനാൽ തന്റെ കക്ഷിയെ കോളേജിൽ നിന്ന് പുറത്താക്കിയെന്ന് റുവൈസിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നുണ്ട്. മരിച്ച പെൺകുട്ടിയും സമർത്ഥയായിരുന്നു എന്നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കവേ ജസ്റ്റിസ് P. ഗോപിനാഥ് മറുപടി നൽകിയത്. ഒരു കാരണവശാലും സ്ത്രീധനം ആവശ്യപ്പെടാൻ പാടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സ്ത്രീധന നിരോധന നിയമം, ആത്മഹത്യ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇപ്പോൾ റുവൈസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. റുവൈസിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നതിനിടയിലാണ് കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടുകൊണ്ട് പോലീസിന്റെ റിപ്പോർട്ടുകളും ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.